അപ്പോൾ നമ്മളിന്ന് ഇരിഞ്ഞാലക്കുട വരെ പോവാണ് കേട്ടോ. ഇന്ന് നല്ല മഴയായിരുന്നു, അപ്പോൾ മഴ ഇത്തിരി കുറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. ഈ ടൈമിൽ യാത്ര ചെയ്യാൻ നല്ലൊരു ഫീലാണ്, അടിപൊളിയാണ്. ഇത് നമ്മുടെ കാക്കാത്തിരുത്തി പാലം, മൂന്നുവിടേക്ക് ഇരിങ്ങാലക്കുടയും നടുവിലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട സെൻറ്ററിൽ എത്തിയിട്ട് അവിടെ നിന്ന് അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കൂടൽമാണിക്ക് അമ്പലത്തിൻ്റെ കിഴക്കേ നടന, അപ്പോൾ കിഴക്കേ നടക്കി എത്തണേക്കാൾ മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു നാഗക്കാവ് പോലത്തെ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാവിലേക്ക് കയറി നോക്കാമെന്ന് വിചാരിച്ചു. കാവിൽ അടിപൊളി വൈബാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുട സിറ്റി ആയിട്ടും പല പല മാറ്റങ്ങൾ വന്നിട്ടും ഈ കാവ് ഇങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാവാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ വിളക്ക് വെക്കലും ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വേറെ ഐഡിയ ഇല്ല. 4 ചിത്രകൂടങ്ങളും ബാക്കി നാഗങ്ങളുടെ പ്രതിഷ്ഠകളാണ് ഇരിക്കുന്നത്. 2 നാഗത്തറയാണുള്ളത്. നാഗത്തറേനെ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. നാഗക്കാവിനോട് ചേർന്ന് തന്നെ ഒരു പഴയ പാലമരം ഉണ്ട് കേട്ടോ അവിടെ. പാലമരത്തിൽ നിന്ന് താഴേക്ക് പടർന്നു പിടിച്ചിരിക്കുന്ന വള്ളിപ്പടർപ്പുകളും നാഗത്തറയിലെ കരിയിലകളും വളരെ പഴമ തോന്നിപ്പിക്കും കേട്ടോ. ഇനി എന്തായാലും ഇവിടെ നിന്ന് സമയം കളയാനുള്ള, ഇനി നമുക്ക് കൂടൽമാണിക്ക് അമ്പലത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടാ. ഇന്നിപ്പോൾ എന്തായാലും മഴയായ കാരണം കുറച്ച് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ വിഷ്വൽസൊക്കെ ഒന്ന് നോക്കാം. പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, പുറമേ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ക്ഷേത്രം കാണാനായിട്ട്. ഇതിൻ്റെ നടപ്പുരയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ അടിപൊളിയായിട്ട്, ചുമരിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ, പിന്നെ അതിൻ്റെ കൂടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആലും ആൽത്തറയൊക്കെ എല്ലാം കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക ഫീല് കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയോണ്ട് നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെജ് ഹോട്ടലുണ്ടോ എന്ന് നോക്കണം. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അപ്പോൾ അവിടെ കയറി. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരാളും കൂടി കിട്ടി. ആക്ച്വലി ഞാൻ ബീബുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടേക്ക് വന്നിരുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് എവിടേക്കെങ്കിലും പോയാലോ എന്ന് വിചാരിക്കേണ്ട, നോക്കി നോക്കാം നമുക്ക്. രാവിലെ ആയതുകൊണ്ട് 2 മസാല ദോശയും 2 വടയും പിന്നെ കോഫി ഓർഡർ ചെയ്തു. മസാല ദോശ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. സാമ്പാറും ചട്നിയും പിന്നെ ഒരു ചമ്മന്തിയാണ് കിട്ടിയത് കൂടെ. അടിപൊളിയായിരുന്നു. ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടാണ് വരുമ്പോൾ നമ്മുടെ നാട്ടിലൂടെയാണ് പോകുന്നത്. ഇവിടെ പാലപ്പെട്ടിയിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്, പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം. അതിൻ്റെ ഗ്രൗണ്ടൊക്കെയാണ് മഴയത്ത് കാണുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. അങ്ങനെ നമ്മൾ സ്നേഹതീരത്ത് എത്തിയിട്ട. സ്നേഹതീരം ബീച്ചിൽ നമ്മൾ ഇറങ്ങുന്നില്ല, നമ്മൾ തമ്പാങ്കടവ് പോകാമെന്ന് വിചാരിച്ചിരിക്കണത്. പക്ഷെ ബീബുവിന് ഉപ്പിലിട്ട നെല്ലിക്ക വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്താമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞു, ആളെന്നെ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും അവിടെ. ചെറിയൊരു മഴച്ചാറിൽ മാത്രമുള്ള പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കി. അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. മഴ തോർന്നിരിക്കുന്ന സമയവും ചെറിയ കാറ്റൊക്കെ ഉണ്ട്. കടൽ തീരമായതുകൊണ്ട് നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ. ഈ ഒരു റോട്ടിൽ കൂടെ ഒക്കെ ഒരു റൈഡൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു ടൈമിൽ വരണം, അപ്പോഴാണ് അടിപൊളി. നല്ല പച്ചപ്പും പിന്നെ ഈ കടൽക്കാറ്റൊക്കെ ആയിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ സൂപ്പറാണ്. നെല്ലിക്ക വാങ്ങാൻ പോയ ആളെ കാണാണ്ടായപ്പോൾ ഞാൻ തന്നെ ഇവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട്, ലൈറ്ററൊക്കെ വാങ്ങിക്കേണ്ട ആൾ. അപ്പം ഞാൻ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നോട് വരണ്ടെന്ന് പറഞ്ഞത്. കടയിലത്തെ ചേട്ടൻ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും കേട്ടോ. ബീഡിയൊക്കെ വലിക്കാനുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും ചേട്ടൻ. എന്തായാലും കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉപ്പിലിട്ടത്. ഇതിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങിച്ചു നമ്മൾ. ആളെന്തൊക്കെയോ സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് വന്നത്. അപ്പോൾ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് എന്തൊക്കെയോ ഒപ്പിച്ചതാണ്. സർപ്രൈസ് അല്ല, നിങ്ങൾക്ക് വീഡിയോ എടുക്കലാണ് ഇമ്പോർട്ടന്റ് അല്ലേ? യൂസും ട്രാഫിന് ഇതേപോലെ ഷോ
ബർത്ത്ഡേ പ്രമാണിച്ച് എനിക്ക് തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. ഒരു സൺസ്ക്രീനും പിന്നെ ഒരു എയർപോഡാണ് കൊണ്ടുവന്നത്. ഇപ്പം ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ തമ്പാങ്കടവ് ബീച്ചിലെത്തിയിട്ട് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും ഞാൻ മഴക്കാലത്ത് ഇതുവരെ വന്നിട്ടില്ല. മഴക്കാലത്ത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. കാരണം മഴയില്ലാത്ത സമയത്ത് ഇത്രയും പച്ചപ്പ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ മഴയും തണുത്ത കാറ്റും പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇവിടെ വന്ന് തന്നെ അനുഭവിച്ചറിയണം. ബീബുവിന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പല പല പോസുകൾ ആൾ ട്രൈ ചെയ്യുന്നുണ്ട്. എടുത്ത ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയത്, പണ്ട് തമ്പാങ്കടവ് ബീച്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഓഹോ ബീച്ച് എന്ന പേരിൽ ചെറിയ ചായ കുടിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കിൽ നിന്ന് വരുന്ന തോടും നമ്മുടെ കടലും കൂടി യോജിക്കണ ഒരു സ്പോട്ടാണിത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. നമ്മുടെ മലയാളീസ് മാത്രമല്ല, കൂടുതൽ തമിഴ്നാട്ടുകാരായിരിക്കും. പിന്നെ ഓഹോ ബീച്ച് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നതൊക്കെ നല്ലൊരു കൺസെപ്റ്റായുണ്ട്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും. ഈ വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന പാലും ഇരിപ്പിടങ്ങളൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ നൽകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അവർക്ക്. എന്തായാലും ഇവിടെ നിന്നിപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല. അങ്ങനെ തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറി. തൃപ്രയാർ ഒരു ഹോട്ടലിൽ കയറി. അവിടെ നിന്ന് നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി പനീറും കഴിച്ചു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. എന്തായാലും കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ ബീബുവിനെ കൊണ്ടുവന്നാക്കാമെന്ന് വിചാരിച്ചു തൃശ്ശൂർ. അപ്പോൾ പോണ വഴിയാണ് കേട്ടോ നമ്മുടെ ചേലൂർ മന. വലിയേട്ടൻ ഷൂട്ട് ചെയ്ത സ്ഥലം ഇതാണ് കേട്ടോ. ഇത് ശരിക്കും ഇവരുടെ അമ്പലമാണ്. ഇതിൻ്റെ ബാക്കിലാണ് മന. അങ്ങനെ നമ്മൾ ബീബുവിനെ തൃശ്ശൂർ കൊണ്ടുവന്നാക്കി. ഫോണിൽ ചാർജ് കഴിഞ്ഞ കാരണം കുറേ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വരുന്ന വഴിക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി ഫോൺ ചാർജ് ചെയ്തത്. അവൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.